ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ റിയാക്റ്റിൻ്റെ യൂസ് സ്റ്റേറ്റ് ഹുക്ക് വെച്ചിട്ട് എങ്ങനെ സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യാം, എങ്ങനെ സ്ട്രിങ്ങിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് ഇതിനകത്ത് നോക്കാം. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ അതിൽ പറഞ്ഞുതരാം. സോ അതിനകത്ത് പിന്നീട് കൺഫ്യൂഷൻസ് ഒന്നും വരില്ലല്ലോ. അതിനായിട്ട് ഞാൻ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്, കോമൺ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇതിനകത്തൊരു പുതിയ ഫയൽ സ്ട്രിങ് സ്റ്റേറ്റ് .js, നമ്മൾ സ്ട്രിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്ട്രിങ് സ്റ്റേറ്റ് .js അല്ലെങ്കിൽ സ്ട്രിങ് മാനേജർ .js എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് നമ്മളൊരു ആരോ ഫംഗ്ഷൻ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്യുന്നത്. ഷോർട്ട് കട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്തൊരു ഹെഡർ കൊടുക്കുകയാണ്, മൈ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെഡർ. ഇനി നമ്മുടെ app.jsനകത്ത് ഇത് ഇമ്പോർട്ട് ചെയ്യണം. സോ ഈ ബ്രേക്ക് ടാഗിൻ്റെ താഴെയായിട്ട് സ്ട്രിങ് മാനേജർ എന്ന് കൊടുക്കുന്നു. ഓട്ടോ ഇമ്പോർട്ട് കാണിക്കുന്നുണ്ട്, ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് സേവ് ചെയ്യാം. അത് അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഇനി യൂസ് സ്റ്റേറ്റ് എങ്ങനെ വർക്ക് ആവുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ റിയാക്റ്റിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു കേളി ബ്രേസിനകത്ത് യൂസ് സ്റ്റേറ്റിനെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഒരു സ്റ്റേറ്റ് വേരിയബിൾ സെറ്റ് ചെയ്യാം, കോൺസ്റ്റ്. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിട്ട് സ്ട്രിങ് സെറ്റ് സ്ട്രിങ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മൈ സ്ട്രിങ് എന്ന് കൊടുക്കുകയാണ്. ഇവിടെ സെറ്റ് മൈ സ്ട്രിങ്. എപ്പോഴും ക്യാമൽ കേസിങ് യൂസ് ചെയ്യാം. എന്നിട്ട് ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ്. നമുക്ക് വേണ്ടതൊരു സ്ട്രിങ് അല്ലേ, സോ എംപ്റ്റി സ്ട്രിങ് ഇനീഷ്യൽ വാല്യൂ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് കാണുന്ന മൈ സ്ട്രിങ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂവും സെറ്റ് മൈ സ്ട്രിങ് അതിൻ്റെ ചേഞ്ച് ചെയ്യാനുള്ള ഫംഗ്ഷനുമാണ്. കേളി ബ്രേസസിനകത്തായിട്ട് നമ്മൾ ഈ മൈ സ്ട്രിങ്ങിനെ പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളുടെ വാല്യൂ എംപ്റ്റി സ്ട്രിങ് ആയതുകൊണ്ടാണ് അവിടെ ഒന്നും കാണിക്കാത്തത്. നമുക്ക് തൽക്കാലം ടെസ്റ്റിംഗ് എന്ന് കൊടുത്ത് സേവ് ചെയ്താൽ അവിടുത്തെ വാല്യൂ ടെസ്റ്റിംഗ് എന്ന് കാണാൻ പറ്റും. ബിക്കോസ് ഒരു കമ്പോണൻറ്റ് റെൻഡർ ആകുമ്പോൾ ഫസ്റ്റ് കാണുന്ന അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് തൽക്കാലം എംപ്റ്റി സ്ട്രിങ് തന്നെ കൊടുക്കാം. എന്നിട്ടൊരു പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതെങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ സ്ട്രിങ് ചേഞ്ചർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്, ഈക്വൽ ടു ആൻ ആരോ ഫംഗ്ഷൻ. അല്ലെങ്കിൽ നമുക്കതൊരു പ്രൊഫഷണൽ ടച്ചിൽ വേറെ പേര് എഴുതാം, ഹാൻഡിൽ സ്ട്രിങ് ചേഞ്ച്. നമ്മളൊരു ഫംഗ്ഷന് പേര് കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷൻ്റെ യഥാർത്ഥ യൂസേജിനെ മീൻ ചെയ്യണ ഒരു പേര് തന്നെ അതിന് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി സെറ്റ് മൈ സ്ട്രിങ് നമുക്ക് കോപ്പി ചെയ്തിട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതിനകത്ത് ഞാൻ ന്യൂ വാല്യൂ എന്ന് കൊടുക്കുകയാണ്. അതായത് ഈ ഫംഗ്ഷൻ റൺ ആകുമ്പോൾ നമ്മുടെ മൈ സ്ട്രിങ്ങിൻ്റെ വാല്യൂ ന്യൂ വാല്യൂ എന്ന് ആവും. ഇപ്പോൾ തൽക്കാലം എംപ്റ്റി സ്ട്രിങ് ആണ്. നമ്മൾ ഈ ഫംഗ്ഷൻ റൺ ആക്കുമ്പോൾ ആ വാല്യൂ സെറ്റ് ആവുന്നത് ന്യൂ വാല്യൂ എന്നായിരിക്കും. അതിനായിട്ടൊരു പുതിയ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ബട്ടൺ ചേഞ്ച് എന്ന് കൊടുത്തു. എന്നിട്ട് ഓൺ ക്ലിക്കിനകത്ത് നമ്മൾ ആ ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുത്തു, ഹാൻഡിൽ സ്ട്രിങ് ചേഞ്ച്. ഓക്കെ, ഇനി നമ്മൾ ന്യൂ വാല്യൂ അപ്ഡേറ്റ് ആവുന്നുണ്ടോയെന്നൊന്ന് നോക്കി നോക്കാം. അതിനായിട്ട് ആ ചേഞ്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ന്യൂ വാല്യൂ എന്ന് കാണാമല്ലേ. സോ അത് അപ്ഡേറ്റ് ആവുന്നുണ്ട്. പക്ഷെ നമുക്കിതൊന്ന് സ്റ്റൈൽ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ബ്രേക്ക് ടാഗ് യൂസ് ചെയ്തിട്ട് ഇതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യാണ്. ഓക്കെ, ഒന്നുകൂടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് കുറച്ച് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഇനീഷ്യൽ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി നോക്കാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഇനീഷ്യൽ വാല്യൂ ഒന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ വാല്യൂ ഒന്ന് കാണാം. ചേഞ്ച് ക്ലിക്ക് ചെയ്താൽ ന്യൂ വാല്യൂ എന്നാവും. നമ്മൾക്കിപ്പോൾ നമ്മളുടെ ബട്ടൺ ഒന്ന് സ്റ്റൈൽ ചെയ്യാം. അതിനായിട്ട് ഞാൻ ക്ലാസ് നെയിം കൊടുത്തിട്ട് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ബട്ടൺ പിന്നെ ബട്ടൺ ഡാർക്ക് എന്ന് കൊടുക്കുകയാണ്. കുറച്ച് സ്റ്റൈലാവും. അതുപോലെ തന്നെ നമ്മുടെ വാല്യൂവിനെ നമ്മൾ കുറച്ചൊരു ഹെഡറിൻ്റെ ഒരു സ്റ്റൈലിംഗ് പോലെ ആക്കാം. അതിനായിട്ട് ഞാനൊരു h5 ടാഗ് ക്രിയേറ്റ് ചെയ്യണം ഇവിടെ. എന്നിട്ട് അതിനകത്ത് നമുക്ക് നമ്മുടെ മൈ സ്ട്രിങ് എന്ന വാല്യൂ പാസ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റേറ്റിനെ അങ്ങോട്ട് പാസ് ചെയ്തു. അപ്പോൾ ന്യൂ വാല്യൂ ഹെഡറായിട്ട് കാണുന്നുണ്ടല്ലേ. റിഫ്രഷ് ചെയ്യുമ്പം ഇനീഷ്യൽ വാല്യൂ ചേഞ്ച് ആകുമ്പോൾ ന്യൂ വാല്യൂ പ്രോപ്പറായിട്ട് അത് വർക്ക് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് വേണ്ടത് ഇങ്ങനെയല്ലല്ലേ. നമുക്കൊരു ഇൻപുട്ട് വെച്ചിട്ട് ആ ഇൻപുട്ടിനനുസരിച്ചുള്ള ചേഞ്ചിൽ നമ്മുടെ വാല്യൂ ചേഞ്ച് ആവണം. അതാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമുക്കൊരു ഇൻപുട്ട് ടാഗ് ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് അതിൻ്റെ ടൈപ്പ് ടെക്സ്റ്റ്. ഓക്കെ, ഒരു ടെക്സ്റ്റ് ബോക്സ് വന്നു. നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ താഴെ വാല്യൂ ആയിട്ട് ചേഞ്ച് ആവണം. അതിനായിട്ട് നമ്മളുടെ ഓൺ ചേഞ്ച് ഇവൻറ്റ് ഹാൻഡ്ലറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓൺ ചേഞ്ച് ഇതിനായിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ പുതിയൊരു ഫംഗ്ഷൻ കോൺസ്റ്റ്
ഹാൻഡിൽ ഇൻപുട്ട് ചേഞ്ച് ഈക്വൽ ടു ആൻ ആരോ ഫംഗ്ഷൻ. എന്നിട്ട് ഇതിനകത്ത് ഇവൻറ്റ് പാസ് ചെയ്ത് കൊടുക്കാം. അതായത് ഓൺ ചേഞ്ചിൻ്റെ ഇവൻറ്റ് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ സെറ്റ് മൈ സ്ട്രിങ്ങിനെ നമുക്കിവിടെ യൂസ് ചെയ്യാം, സ്ട്രിങ്ങിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ഇതിനകത്ത് ഇവൻറ്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ. ഓക്കെ, ഇവൻറ്റിന് പകരം എന്ന് കൊടുക്കാം. ഇതാണ് കൺവെൻഷനലായിട്ട് പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ ഓൺ ചേഞ്ചിൽ പാസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ ഇൻപുട്ടിനകത്ത് എന്ത് ചേഞ്ച് വന്നാലും അത് ആ ഇവൻറ്റ് ഹാൻഡ്ലർ അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ സ്ട്രിങ്ങിനെ കാണാൻ പറ്റും, ഹലോ ദെയർ ദിസ് ഈസ് മൈ സ്ട്രിങ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഓരോ ടൈപ്പിലും നമ്മുടെ സ്ട്രിങ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ന്യൂ വാല്യൂ എന്ന പഴയ ഒരു ഇതിലേക്ക് പോയി അല്ലേ. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ക്ലിക്ക് ഇവൻറ്റ് ന്യൂ വാല്യൂ എന്ന സ്ട്രിങ് മാത്രമേ സെറ്റ് ആവുകയുള്ളൂ. പക്ഷെ നമ്മുടെ ഇൻപുട്ട് ഓരോ ടൈപ്പിനെയും ആ ഇവൻറ്റ് എന്തൊക്കെ ടൈപ്പ് ചെയ്തോ അത് പാസ് ചെയ്ത് കൊടുക്കും. നമ്മൾക്ക് ആ ഓൺ ക്ലിക്ക് ഇവൻറ്റിനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇൻപുട്ട് പാസ് ചെയ്ത ആ വാല്യൂ നമുക്ക് താഴെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ ചേഞ്ച് ചെയ്യാം. കുറേ പേർക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു സ്റ്റേജ് ഇതാണ്. ഇതിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സ്റ്റേറ്റ് വേരിയബിൾ വേണം. സോ ഇൻപുട്ട് സെറ്റ് ഇൻപുട്ട് ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് എന്നിട്ടൊരു എം ടി സ്ട്രിങ് പാസ് ചെയ്യാം. നമ്മുടെ ഇനീഷ്യൽ വാല്യൂ മാറ്റിയിട്ട് എം ടി സ്ട്രിങ് എന്ന് തന്നെ കൊടുക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ഓരോ ടൈപ്പിലും നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പുതിയ ഈ സ്റ്റേറ്റിനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ പഴയ മൈ സ്ട്രിങ്ങിനെ അല്ല. നമ്മൾക്കിത് വർക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് ഞാനിവിടെ ഓൺ ക്ലിക്കിൻ്റെ ന്യൂ വാല്യൂ എന്ന് പറയുന്നതിനെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് അവിടെ ഇൻപുട്ട് എന്ന് പാസ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. സോ ഇവിടെ നമ്മളുടെ ഓരോ ടൈപ്പും ആ ഇൻപുട്ട് എന്ന വാല്യൂവിനെ പുതിയതായി സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ ക്ലിക്കാണ് അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളുടെ ഇൻപുട്ടിനകത്ത് വാല്യൂ ഇൻപുട്ട് എന്ന് കൊടുക്കുകയാണ്. നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിനെ വാല്യൂ ആയിട്ട് പാസ് ചെയ്യുകയാണ്. സോ നമ്മൾ ഓരോന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും താഴെ അത് അപ്ഡേറ്റ് ആകുന്നത്. ഇതിൻ്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് സിമ്പിളാണ്. ഫസ്റ്റ് ഓരോ ടൈപ്പും ഓൺ ചേഞ്ച് ഇവൻറ്റിനെ ആ ഇൻപുട്ട് എന്ന വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ക്ലിക്കും ആ ഇൻപുട്ടിനെ എടുത്തിട്ട് താഴെ മൈ സ്ട്രിങ്ങിലേക്ക് പാസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ, സിമ്പിൾ. പക്ഷെ നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പം താഴെ കാണിക്കുന്നുണ്ട്, പക്ഷേ ആ ഇൻപുട്ടിനകത്ത് അത് ക്ലിയർ ആവുന്നില്ലല്ലേ. അതിനായിട്ട് ഇവിടെ ഓൺ ക്ലിക്കിൻ്റെ ആ ഇവൻറ്റില്ലേ അതിനകത്ത് സെറ്റ് ഇൻപുട്ട് എം ടി സ്ട്രിങ് ആയി പാസ് ചെയ്യാം. അതായത് ഒരു ക്ലിക്ക് കഴിഞ്ഞാൽ താഴെ വാല്യൂ പാസ് ചെയ്ത ശേഷം ഇൻപുട്ടിൻ്റെ വാല്യൂ എം ടി ആക്കി മാറ്റി. സോ ഇങ്ങനെയാണ് റിയാക്റ്റിൻ്റെ യൂസ് സ്റ്റേറ്റ് വെച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രിങ് മാനിപ്പുലേഷൻ വർക്ക് ആവുന്നത്. യൂസ് സ്റ്റേറ്റിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.